പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരുപാട് ടിപ്സ് ഇപ്പം മുടി വളരുന്നതിനും മുടി സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കിയതിൽ ഏറ്റവും ഫലപ്രദമായ ഒരു മുടി സംരക്ഷണ ടിപ്പാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് തലയ്ക്ക് നല്ല കുളിർമയും നമുക്ക് മൊത്തത്തിൽ ഒരു സുഖം തലയ്ക്ക് കിട്ടുന്നതിനും മുടി സമൃദ്ധമായി വളരുന്നതിനും മുടി കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിനും ഒരു പരിധിവരെ നരയെ, പുതിയ തലമുടിയെങ്കിലും നര വരാതിരിക്കട്ടെ, നരയെ ഇല്ലാതാക്കുന്നതിനും പറ്റിയ ഒരു ടിപ്പാണിത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂട്ടെന്ന് നോക്കൂ. നോക്കൂ, തലേ ദിവസം നമ്മൾ നല്ല കഞ്ഞിവെള്ളം എടുത്ത് അത് നല്ലോണം ആറുമ്പോൾ അതിനകത്ത് ഉഴുന്ന ചെറുപയർ, ഇത്രയും സാധനങ്ങൾ ഉഴുന്നും ചെറുപയറും കഞ്ഞിവെള്ളത്തിൽ തലേ ദിവസം ഇട്ട് വയ്ക്കുക, നമ്മുടെ ആവശ്യത്തിനുള്ള. അത് കഴിഞ്ഞ് രാവിലെ അത് കുതിർന്ന് കിടക്കും. അതിൻ്റെ കൂടെ ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല, ഒരു 2 നമ്മുടെ ചെമ്പരത്തി പൂവ്, കുറച്ച് മുരിങ്ങയില, 2 കണക്കൂർക്ക, ചെമ്പരത്തിയുടെ തളിരില, ഇത്രയും സാധനങ്ങളും കൂടെ ഇതിനകത്തേക്ക്, ഇത് ഞാൻ അരച്ചതിൻ്റെ ബാക്കി കേട്ടോ, ഇതെല്ലാം ഞാൻ അരച്ചതിൻ്റെ ബാക്കി നിങ്ങളെ കാണിക്കാൻ വെച്ചിരിക്കാം. ഇതിനകത്തേക്ക് ഈ കുതിർന്ന് കിടക്കുന്ന ചെറുപയറും ഉലുവയും കൂടി ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ, കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ. തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ ഇതൊക്കെ ഇതിട്ട് വയ്ക്കാം. എന്നിട്ട് ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം കൂടി അതിലിട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കൂട്ട്. നല്ലതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു ലേശം കഞ്ഞിവെള്ളം കൂടെ ഒഴിക്കുക, എന്നാലേ നമുക്ക് തലയ്ക്ക് പാകത്തിനാവുള്ളൂ. തലയെ പുരട്ടാൻ പാകത്തിനാവുള്ളൂ. 2-3 ഉലുവ അതി വീണ് കേട്ടോ. എന്നിട്ട് ആദ്യം നമ്മൾ നമ്മുടെ തലമുടി നന്നായിട്ട് തലയുടെ റൂട്ട് ചേർത്ത്, മുടിയുടെ റൂട്ട് ചേർത്ത് പല്ലകലമുള്ള ചീപ്പ് കൊണ്ട് നല്ലോണം ചീകിയതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണയോ കാച്ചിയ വെളിച്ചെണ്ണയോ ഏതാ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നന്നായിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തിട്ട്, നമ്മുടെ മുടിക്ക് അനുസൃതമായ വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ട് മുടിയുടെ റൂട്ടിൽ തേച്ച് പിടിപ്പിക്കുക, മുടിയിലും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിനെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം മുടി അഴിച്ച് മുടി കെട്ടി വയ്ക്കണം. എപ്പോഴും മുടി അഴിച്ചിടുകയോ ചെയ്യരുത്. അതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ 2ആയിട്ട് കീറാനൊക്കെ സാധിക്കും. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം മുടി അഴിച്ചിട്ടിരിക്കുകയല്ലേ. മുടി അഴിച്ചിടാനേ പാടില്ല, നനഞ്ഞ മുടിയല്ലാതെ ഉണങ്ങിയ മുടി. എന്നിട്ട് ഇത് അല്പാൽപ്പം എടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് നമ്മുടെ തലയിലേക്ക് ഓരോ ഇഴയിലും റൂട്ടിലും വരത്തക്ക രീതിയിൽ നമ്മുടെ തലയിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നന്നായി നമ്മൾ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ മുടിയുടെ തുമ്പ് വരെ തേക്കണം. ആദ്യം മുടിയുടെ റൂട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മുടി മൊത്തത്തിൽ എടുത്തിങ്ങനെ തേച്ചിട്ട് അതിലേക്ക് നമ്മൾ അതിനെ ഉണങ്ങാൻ അനുവദിക്കുക. ഈ കണക്കൂർക്ക ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ലതാണ് തലയ്ക്ക്. അതിൻ്റെ കൂടെ ഈ ചൂടുകാലമൊക്കെ അല്ലേ, ചൂടുകാലമല്ല തണുപ്പ് കാലമല്ല, ഏത് കാലമായാലും നമുക്ക് ജലദോഷമൊന്നും വരാതിരിക്കാനാണ് ഈ കണക്കൂർക്ക അല്ലെ പനിക്കൂർക്ക ഇല ചേർക്കുന്നത്. ഈ ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ താരനെയൊക്കെ ഇല്ലാതാക്കുന്നതിനും
മുടി സംരക്ഷണത്തിനുമുള്ളതാണ്. ഈ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയുടെ ഇലയും കൂടെ ചേർക്കുന്നതുകൊണ്ട് മുടിക്ക് നല്ല സമൃദ്ധിയും നല്ല കറുപ്പും കിട്ടും. പിന്നെ വേറൊരു ഷാമ്പൂ വേണ്ട. ഇത് തന്നെ നല്ലോണം നമ്മൾ ഈ എടുത്തിരിക്കുക കൂട്ടില്ലേ, ആ കൂട്ട് തന്നെ നല്ലോണം വെള്ളമൊഴിച്ച് തല ഈ ഷാമ്പൂ ചെയ്യുന്ന പോലെ തിരുമ്മി കഴുകിയെടുത്താൽ ഈ ചെമ്പരത്തി ഇലയും പൂവുള്ളതുകൊണ്ട് അത് നന്നായിട്ട് ക്ലിയർ ആവും. മുരിങ്ങയില കേശ സംരക്ഷണത്തിലുള്ള ഏറ്റവും വലിയൊരു റെമഡിയാണ്. നല്ല ഔഷധമൂല്യമല്ലേ മുരിങ്ങയില. നിങ്ങളെല്ലാവരും ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് നല്ലോണം മുടി വാഷ് ചെയ്ത് നന്നായിട്ട് പിന്നെ ഉണക്കി മുടി ചീകി വൃത്തിയാക്കി വയ്ക്കണം. ഇത്രയും നല്ലൊരു റെമഡി മുടി വളർച്ചയ്ക്കും കേശ സംരക്ഷണത്തിനും തലയ്ക്ക് കുളിർമയ്ക്കും വേറൊന്നില്ല. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.